ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ തൃശൂരിലും പ്രതിഷേധം തുടരുന്നു. തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച റാലിയിൽ പ്രതിഷേധമിരമ്പി. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ നടന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. തൃശൂർ കോർപ്പറേഷന്റെ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ച. വാദപ്രതിവാദങ്ങളുമായി LDF, UDF അംഗങ്ങൾ. നികുതി കൊള്ളയിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമെന്ന് BJP. ഷൊർണൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് സ്ത്രീയുടെ കൈയൊടിഞ്ഞു. പൈങ്കുളം സ്വദേശിനി സുശീലയാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു. തൊഴിയൂർ സുനിൽ വധക്കേസ്. തെറ്റായി പ്രതി ചേർക്കപ്പെട്ടവർക്ക് 31 വർഷത്തിന് ശേഷം നീതി. 5 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവ്. മണ്ണുത്തി കൂട്ടാലയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കൂട്ടാല സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. സ്വകാര്യ വ്യക്തിയുടെ വിജനമായ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ നടന്നതെന്ന് CBCI പ്രസിഡന്റ് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാവുകയാണെന്നും മാർ താഴത്ത്. പ്ലക്കാർഡുകളുമായി തെരുവിലിറങ്ങി വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിക്കെതിരെ തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകമനസ്സാക്ഷിയുടെ മുമ്പിൽ ഈ 2 സിസ്റ്റേഴ്സ് പ്രതീകങ്ങളാണ്. ഒരു തെറ്റും ചെയ്യാതെ ജനക്കൂട്ട ആക്രമണം നടത്തി, വിസ്താരം നടത്തി, അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി വെയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവര് ജയിലിലടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും നാണിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള റാലി, കേരളത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനത്തിന്, മതസ്വാതന്ത്ര്യത്തിനെതിരായ പ്രവർത്തനത്തിന്, ഒപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വിവേചനത്തിനെതിരായുള്ള പ്രവർത്തനമാണ്. വൈദികരുടെയോ കന്യാസ്ത്രീകളുടെയോ വേഷം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് രാജ്യത്ത് നിലവിലുള്ളത്. ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനുമുള്ള അവകാശം സംരക്ഷിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും അതുവരെ സമരം തുടരുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ചില ആസൂത്രിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ട സംഭവത്തെയും കാണേണ്ടതെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ഭാരതത്തിന്റെ അതേ ചോര പേറുന്ന ഈ വിശ്വാസ സമൂഹത്തിലെ സന്യാസിനികളെ മത പരിവർത്തനത്തിന്റെ, വർഗീയതയുടെ അടയാളങ്ങളായിട്ട് ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങള് നടക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തുന്നത് തന്നെ ഈ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഈ സംസ്കാരത്തിന്റെ തനിമയായിട്ടുള്ള വൈവിധ്യങ്ങളെ ആഘോഷിക്കാനും മടിക്കുന്ന ഒരു പ്രതിസംസ്കാരം സൃഷ്ടിക്കുവാൻ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, സിസ്റ്റർ ഫോൺസി മരിയ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. തീർത്ഥ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. തീർത്ഥ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡേവീസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ റാലിക്ക് ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഹൈസൻ PA, ചാക്കോ പുലിക്കോട്ടിൽ, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ, PRO ജെഫിൻ ജോണി എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും
ചെയ്ത അവരെ മർദ്ദിക്കുകയും പോലീസിന്റെ ഒത്താശയോടുകൂടെ അവരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. സന്യാസം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ജില്ലയിലെ അരമനകൾ തോറും കേക്കുമായി പോയ ബി.ജെ.പി. നേതാക്കൾക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തൃശൂർ DCCയിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃസംഗമം സത്യസേവാ സംഘർഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് റാലിയിൽ മുൻ സർക്കാരിനെ മതപരിവർത്തന സർക്കാരെന്ന് ആക്ഷേപിച്ചതിൽ നിന്നുണ്ടായ പ്രചോദനമാണ് കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾക്ക് വഴിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. 2024 ആണ്ടിൽ ഈ തൃശ്ശൂരിലുണ്ടായ ബി.ജെ.പിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ്. ഇനി ഈ ജില്ലയിൽ ബി.ജെ.പി. ജയിക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് ഇത്. കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതിശക്തമായി സംഘടിപ്പിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാക്കിയ ലീഡർ ശ്രീ കെ കരുണാകരൻ എന്ന കേരളത്തിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ മതേതര മനസ്സിനുടമയായ നേതാവിന്റെ മണ്ണാണ്. ആ മതേതര മനസ്സുള്ള നേതാവിനോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, അദ്ദേഹത്തോടുള്ള അന്തിമോപചാരമാണ് ഈ ജില്ലയിലെ അത്തരത്തിലുള്ള ബി.ജെ.പിയുടെ വേദികളെ ഉന്മൂലനം ചെയ്ത് അവിടെയൊക്കെ മതേതര പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മടക്കി കൊടുക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടായതിനേക്കാൾ ക്രൂരത ആ ദുരന്തം അതിജീവിച്ചവരോട് LDF സർക്കാർ കാണിച്ചിരിക്കുകയാണ്. എക്കാലത്തെയും മതേതര മനസ്സിനുടമയായ ലീഡറുടെ മണ്ണാണ് തൃശൂർ. ജില്ലയിൽ ഇനി BJPക്ക് വിജയിക്കാൻ അവസരം നൽകില്ല എന്ന പ്രതിജ്ഞ നിറവേറ്റൽ ആ നേതാവിനോട് കാണിക്കുന്ന കടമയായി കരുതുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, അരുൾ രാജ്, അനിത, ജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, T പ്രദീപ് കുമാർ, KV സുമേഷ്, സ്വാമി വിശ്വഭദ്രാനന്ദ ബോധി, മിഥുൻ പോട്ടോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മതപരിവർത്തനം നടത്തുകയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച BJP RSS ഭരണകൂട ഭീകരതയ്ക്കെതിരെ CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CMS സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് CPM തൃശൂർ ഏരിയ പ്രസിഡന്റ് അനൂപ് ഡേവിസ് കാട നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അനൂപ് ഡേവിസ് കാട, K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. തൃശൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി CR ആനന്ദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടോജോ തിമോത്തി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJP സർക്കാർ നടപടി സംഘപരിവാറിന്റെ ആസൂത്രിത ക്രൈസ്തവ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം പറഞ്ഞു. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി തൃശൂരിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലെ BJP നേതാക്കൾ ഇരുട്ടിൽ തപ്പുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EA റഷീദ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു.
ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamondsൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamondsൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെന്ന് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. അതേസമയം ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. DIGയുടെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ DGPക്ക് കൈമാറി. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. കണ്ണൂർ ജയിലിൽ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു ഗോവിന്ദചാമി. പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ ആരും സഹായിക്കാനിടയില്ല. ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒറ്റക്കൈയനാണെങ്കിലും ഗോവിന്ദചാമിയുടെ ഇടതുകൈക്ക് നല്ല കരുത്തുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യത്തെ ചെറുമതിൽ ചാടിക്കടക്കാൻ 2 വീപ്പകളാണ് ഗോവിന്ദചാമി ഉപയോഗിച്ചത്. ഒരു വീപ്പ നേരത്തെ മതിലിനു സമീപത്തുണ്ടായിരുന്നു. പൊക്കം കൂട്ടാൻ മറ്റൊരെണ്ണം കൂടെ ജയിൽ വളപ്പിൽ നിന്ന് ശേഖരിച്ചു. സെല്ലിൽ എലി കടക്കുന്നത് തടയാൻ ഗോവിന്ദചാമി തുണി ചോദിച്ചെങ്കിലും ജയിൽ അധികൃതർ നൽകിയിരുന്നില്ല. റിമാൻഡ് തടവുകാർ അലക്കി ഉണക്കാനിട്ടപ്പോഴാകാം പ്രതി തുണി സംഘടിപ്പിച്ചതെന്നാണ് നിഗമനം. അതേസമയം ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് DIG റിപ്പോർട്ടിൽ വ്യക്തമാക്കി. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കോർപ്പറേഷന്റെ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ചൂടേറിയ ചർച്ചയ്ക്ക് വിധേയമാക്കി കൌൺസിൽ യോഗം. വാദപ്രതിവാദങ്ങളുമായി LDF, UDF അംഗങ്ങൾ. നികുതി കൊള്ളയിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്വമെന്ന് BJP. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിച്ച് വസ്തുനികുതി നിരക്ക് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പരസ്യം ചെയ്യുന്ന വിഷയമാണ് യോഗത്തിൽ അജണ്ടയായി വന്നത്. ചർച്ചയിൽ വികാരഭരിതനായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലന്റെ പ്രതികരണം. താൻ മേയറായിരുന്നപ്പോൾ നടത്തിയ ജംഗ്ഷൻ വികസനങ്ങൾ കണ്ട് അരിശം പൂണ്ട CPM ഭരണം മാറിയപ്പോൾ വ്യക്തിപരമായി വേട്ടയാടുകയാണെന്ന് ആരോപിച്ചു. പൂത്തോൾ മേൽപ്പാലം വേണമെന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഇതോടെ മേൽപ്പാലം യാഥാർത്ഥ്യമായി. കിഴക്കേക്കോട്ട വികസനം, പടിഞ്ഞാറേക്കോട്ട വികസനം, പൂങ്കുന്നം വികസനം, കുറുക്കഞ്ചേരി വികസനം, നടുവിലാൽ വികസനം കണ്ട് അരിശം പൂണ്ട CPM നേതാക്കൾ 10 വർഷമായി എന്നെ വേട്ടയാടുകയാണ്, എന്നെ വ്യക്തിപരമായി വേട്ടയാടുകയാണ്. നികുതി ഇനത്തിൽ കോർപ്പറേഷന് കിട്ടേണ്ട കോടികൾ നഷ്ടപ്പെടുത്തിയത് LDF ഭരണസമിതിയാണ്. കോടതി വിധി മാനിച്ച് ജനങ്ങളിൽ നിന്നും ഈടാക്കിയ അധിക നികുതി തിരികെ നൽകണം. വിധിക്കെതിരെ അപ്പീലിന് പോകാനാണ് കോർപ്പറേഷന്റെ ശ്രമമെങ്കിൽ തടയും. ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയത് ആർക്കാണെന്നറിയാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റർ പ്രത്യേക അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏത് അന്വേഷണവും സ്വാഗതാർഹമാണെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള മുൻ UDF ഭരണസമിതിയുടെ പിഴവാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഭരണപക്ഷാംഗങ്ങൾ തിരിച്ചടിച്ചു. നികുതി പിരിക്കാൻ ആരും എതിരല്ല, നേരത്തെ പിരിക്കേണ്ടതായിരുന്നു. സമയത്തിന് പിരിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ടാക്സ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ കാലത്ത് തീരുമാനിച്ചതാണ്. എന്നാൽ നികുതിക്കൊള്ളയിൽ തുല്യ ഉത്തരവാദിത്തമുള്ള LDFും UDFും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് BJP കൗൺസിലർ N പ്രസാദ് പറഞ്ഞു. രണ്ടുപേരും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം അവിടെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടുപേരും, കാരണം അവർക്കും രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ചർച്ചയ്ക്കിടെ ഭരണപക്ഷ അംഗത്തിനെതിരെ അറവുകാരൻ, പിരിവുകാരൻ പരാമർശം നടത്തിയ കോൺഗ്രസ് അംഗത്തിനെതിരെ മേയർ അടക്കം രംഗത്തെത്തിയതോടെ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. കൂടാതെ LDF ഭരണസമിതിയെ ചർച്ചയ്ക്കിടെ പുകഴ്ത്താൻ ശ്രമിച്ച ഭരണപക്ഷ വനിതാ അംഗവും മേയറുടെ ശകാരത്തിന്റെ ചൂടറിഞ്ഞു. 2 മണിക്കൂറിലധികമാണ് ചർച്ച നീണ്ടത്. യോഗാരംഭത്തിൽ പൊതുചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും മേയർ നിഷേധിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. യോഗത്തിന്റെ തുടക്കത്തിൽ വായിച്ച അനുശോചന പ്രമേയത്തിൽ അയ്യന്തോളിലെ അപകടത്തിൽ മരിച്ച ഏബലിന്റെ മരണം വാഹനാപകടത്തിൽ എന്ന് പറഞ്ഞതിൽ പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതൊരു വാഹനാപകടമല്ല, റോഡിലെ കുഴി മൂലമുള്ള മരണമെന്ന് തന്നെ വേണമെന്നുമായിരുന്നു ആവശ്യം. TCV തൃശൂർ.
ഷൊർണൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് സ്ത്രീയുടെ കൈയൊടിഞ്ഞു. പരിക്കേറ്റ പാനാൽ സ്വദേശിനി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ വാഴക്കോട് പ്ലാഴി റോഡിൽ ചേലക്കര ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചായിരുന്നു അപകടം. പാഞ്ഞാൾ പയ്യൻകുളം തേരുംകാട്ടിൽ വീട്ടിൽ സുശീലയ്ക്കാണ് പരിക്കേറ്റത്. മുതലാഞ്ചിറ എന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് സുശീല വീണത്. ചേലക്കര സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബസിന്റെ മുൻവശത്തെ വാതിൽ തുറന്ന് സുശീല പുറത്തേക്ക് വീഴുകയായിരുന്നു. കൈക്ക് പരിക്കേറ്റ സുശീലയെ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്ക് പൊട്ടലുണ്ടെന്നും ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. TCV ന്യൂസ്, ചേലക്കര. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു. കെയറെയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നത്. വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന KRFBയുമായി കൂടിയാലോചിച്ചാണ് നടപടികൾ. നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് മേൽപ്പാലത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് രൂപരേഖ തയ്യാറാക്കുക. ഓട്ടുപാറയിൽ നിന്നും മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രാഥമിക പഠനങ്ങൾ പുരോഗമിക്കുന്നത്. വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അലൈൻമെന്റ് അന്തിമമാക്കുകയുള്ളൂ എന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA പറഞ്ഞു. ലെവൽ ക്രോസുകളില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മാരാത്തുകുന്നിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊലക്കേസിൽ അന്യായമായി പ്രതി ചേർക്കപ്പെട്ട നിരപരാധികൾക്ക് നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായതായി CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യമായാണ് ഈ രീതിയിലൊരു ഉത്തരവെന്നും അദ്ദേഹം പറഞ്ഞു. 1994 ഡിസംബർ 4 ഗുരുവായൂർ തൊഴിയൂരിൽ BJP പ്രവർത്തകനായ സുനിൽകുമാർ കൊല്ലപ്പെട്ട കേസിലാണ് നടപടി. മുതുവട്ടൂർ സ്വദേശികളായ തൈക്കാട്ട് ബാബുരാജ്, രായ്മരക്കാർ വീട്ടിൽ റഫീഖ്, വാഗയാൽ ബിജി, ഹരിദാസ് എന്നിവരെയാണ് പോലീസ് പ്രതി ചേർത്തത്. ഇവരെ പിന്നീട് ഹൈക്കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് സുനിൽകുമാർ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് പിടികൂടിയത്. അന്യായമായി പ്രതി ചേർക്കപ്പെട്ട ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം നൽകാനാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഉത്തരവിട്ടിരിക്കുന്നത്. മണ്ണുത്തി കൂട്ടാലയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കൂട്ടാല സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ 75 വയസ്സുള്ള സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞ് ഭാര്യ വൈകിട്ട് 5:45 വീട്ടിലെത്തിയപ്പോൾ സുന്ദരനെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനുള്ളിൽ രക്തക്കറ കണ്ടത്. പിന്നീട് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ വിജനമായ പറമ്പിൽ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ഒല്ലൂർ ACP സുധീരൻ, മണ്ണുത്തി SHO KC ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ശുദ്ധജല പദ്ധതിക്കായി വൈദ്യുതി കണക്ഷൻ നൽകിയ കാരിക്കടവ് ഉന്നതിയിലെ ശിവന്റെ കുടുംബം ദുരിതത്തിൽ. വൻതുക കുടിശ്ശികയായതോടെ KSEB അധികൃതർ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു. 14 കുടുംബങ്ങളുള്ള ഉന്നതിയിൽ വേനൽക്കാലത്ത് കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതിന് പരിഹാരമായി മേഴ്സി കോപ്പ് എന്ന സന്നദ്ധ സംഘടനയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ഉന്നതിയിലുള്ള 2 കിണറുകൾ ആഴം കൂട്ടുകയും മോട്ടോറുകളും ജലസംഭരണിയും സ്ഥാപിക്കുകയും ചെയ്തു. ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി തന്റെ വീട്ടിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് ശിവൻ പറഞ്ഞു. 1 മാസത്തിനകം കണക്ഷൻ മാറ്റിത്തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നുമുണ്ടായില്ലെന്ന് ശിവൻ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആയിരുന്നുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബില്ലൊക്കെ അടച്ചു പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബില്ല് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ടൊരു വീണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബില്ല് അടയ്ക്കേണ്ടായത്. കാരണം ഇപ്പോൾ 52 രൂപ കുടിശ്ശിക മുഴുവൻ വന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ KSEB ഒന്ന് കുടിശ്ശിക അടയ്ക്കേണ്ടായിരുന്നപ്പോൾ KSEB ഒന്ന് ബോർഡ് സാധനമൊക്കെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഇട്ടിട്ടാണ് ഞങ്ങൾ വെയിലൊക്കെ കത്തി ചേരാണ് ഭക്ഷണം ചേരാതിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ കത്താനാവുന്നവരെ കൊത്തി കഴിഞ്ഞ് നോക്കാൻ കൂടി കഴിയില്ല. കത്താനാണ് ഇപ്പോൾ കുഞ്ഞി കഴിക്കില്ല. വൈദ്യുതി ബിൽ 57,000 രൂപയോളം കുടിശ്ശികയായതിനെ തുടർന്ന് KSEB അധികൃതർ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ മാസങ്ങളായി ശിവന്റെ കുടുംബം ഇരുട്ടിലാണ് കഴിയുന്നത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ശിവൻ പറയുന്നു. തന്റെ പേരിലുള്ള ബിൽ കുടിശ്ശിക ഒഴിവാക്കിത്തരണമെന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ അപേക്ഷ അയച്ചിട്ടുണ്ട്. മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ
ഇപ്പൊ ശരിയാവും എന്നല്ലാണ്ട് അവർ പറയണം 52,000 രൂപ ബില്ല് വന്നത്. ഈ അന്ന് പണിയെടുത്ത് കഴിഞ്ഞവർ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഈ 52,000 രൂപ? ഇത്രയും കാശ് ബില്ല് വന്ന് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ കൂട്ടിയുള്ളൂ. അപ്പൊ അവരിൽ എന്തെങ്കിലും മാർഗം ഗവൺമെന്റ് തന്നെ കാണട്ടെ. TCV ന്യൂസ് കൊടകര. കേരള സാഹിത്യ അക്കാദമി പാറപ്പുറത്ത് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പാറപ്പുറത്ത് മനുഷ്യാനുഭവങ്ങളുടെ ലാവണ്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ കുര്യാസ് കുമ്പളക്കുഴി, വത്സലൻ വാതുശ്ശേരി, EP രാജഗോപാലൻ, VS ബിന്ദു എന്നിവർ പാറപ്പുറത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട് പ്രഭാഷണങ്ങൾ നടത്തി. നിർമ്മാണത്തിലുള്ള ദേശീയപാത 66-ൽ തിരുവത്ര അത്താണിയിൽ മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും ടാറിട്ടു. അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് പുറം ലോകം അറിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. നിർമ്മാണ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ സാധാരണമാണെന്നും സാരമുള്ളതല്ലെന്നും കമ്പനി പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു. 50 മീറ്ററിൽ കൂടുതൽ നീളത്തിലാണ് ഇവിടെ വിള്ളലുണ്ടായിരുന്നത്. വിള്ളലുണ്ടായ ഭാഗത്ത് മുൻപ് സിമന്റ്, ടാർ എന്നിവ ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ സിമന്റ് ഒലിച്ചുപോയി വീണ്ടും വിള്ളൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ചെമ്പ്രയും വെള്ളാർമലയും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്തെ ചൂരൽമലയും മുണ്ടക്കൈയും ഉരുൾ വിഴുങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം. നടക്കുന്ന ആ ഓർമ്മകൾ ഇപ്പോഴും ഒരു ജനതയെ വേട്ടയാടുന്നു. ജൂലൈ 30 പുലർച്ചെ 12:45 വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടുന്നത്. നിരവധി വീടുകളും കടകളുമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടങ്ങളും കുത്തിയൊഴുക്കിയെത്തിയത്. അരമണിക്കൂറിൽ തന്നെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഉരുൾ ജലം ഒലിച്ചെത്തി. പകച്ചുപോയ ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടി. പുലർച്ചെ 4:10 മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമതും ഉരുൾപൊട്ടി. വൈദ്യുതിയും ഫോൺ ബന്ധവും നിലച്ചു. സ്വപ്നഭവനങ്ങൾ നിലം പൊത്തി. ഞെട്ടലോടുകൂടിയാണ് അന്ന് കേരളം ഉറക്കമുണർന്നത്. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നോ എന്ന് അതിശയിക്കും വിധം ആ പ്രദേശത്തെ ഉരുൾ വിഴുങ്ങിയിരുന്നു. പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് ആ മണ്ണിന്റെ അടിയിലുള്ള ജീവൻ തുടിപ്പുകൾക്കുള്ള തിരച്ചിലിലായിരുന്നു. ഉരുളെടുത്തത് 298 ജീവനുകൾ. 32 പേർ ഇന്നും കാണാമറയത്ത്. അവശേഷിച്ചത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുറച്ച് അനാഥ ജന്മങ്ങൾ മാത്രം. നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകാൻ കേരളവും സർക്കാരും ഒരുപോലെ കൈകോർത്തു. എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇന്നും ഒരു വെളിപ്പാടകലെ. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥി യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സമിതി വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കമ്മീഷണറും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ ബസ് ഉടമകൾ ഇക്കാര്യം ആവശ്യപ്പെട്ടു.
വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് 5 രൂപയാക്കണമെന്നാണ് ആവശ്യം. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ സംയുക്ത സമിതി യോഗം തീരുമാനിച്ചു. സമരത്തിന്റെ തീയതി നിശ്ചയിക്കാൻ വെള്ളിയാഴ്ച തൃശൂരിൽ യോഗം ചേരും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. സംസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജിറ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, PG കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിദ്യാർത്ഥിയെല്ലാം ഇന്ന് കേരളം നേടിയ നേട്ടമെന്ന് യഥാസമയം വിനിയോഗിച്ചുകൊണ്ട് എപ്പോഴും വിശദീകരിക്കുന്നു. കുഴഞ്ഞു വീണ് ബോധരഹിതനായ വിദ്യാർത്ഥിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞ് ബസ് ജീവനക്കാർ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന മിഷാൽ ബസ് മാളപ്പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണത്. അഷ്ടമിച്ചിറയിൽ നിന്ന് ബസ്സിൽ കയറിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുന്നത് കണ്ട് മറ്റു യാത്രക്കാർ കണ്ടക്ടർ MV വിപിനെ വിവരമറിയിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗത്തു നിന്ന് വേഗത്തിലെത്തിയ വിപിൻ ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ മുഖത്ത് വെള്ളം തളിച്ചു. എന്നിട്ടും ബോധരഹിതനായി കിടന്നപ്പോൾ ഡ്രൈവർ EN വിനോദിനോട് ബസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിലേക്ക് ബസ് പാഞ്ഞു. വിദ്യാർത്ഥിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 1 മണിക്കൂറിന് ശേഷം കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്തു. TCV മാള. വിസ തട്ടിപ്പിൽ പ്രതികളായ ദമ്പതികളെ എറണാകുളത്ത് നിന്ന് പിടികൂടി. കളമശ്ശേരി സ്വദേശികളായ പ്രയാഗ വീട്ടിൽ വിമൽ, ഭാര്യ രേഷ്മ എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര സ്വദേശിനിയായ യുവതിയിൽ നിന്ന് മാൾട്ടയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 5.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചിമ്മിനി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിക്കുന്നതിനിടെ ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം മരിച്ച സംഭവത്തിൽ പരസ്പരം പഴിചാരി വനം വൈദ്യുതി വകുപ്പുകൾ. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് ഇരു വകുപ്പുകളും ചേർന്ന് വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നിൽക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ മരത്തടി വീണ് തൊഴിലാളിയായ എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ അബ്ദുൽ ഖാദർ മരിച്ചതോടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുകയാണ്. അപകടകരമായ രീതിയിൽ കമ്പിയിൽ വീണുകിടന്ന മരം മുറിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും വനംവകുപ്പാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടതെന്നുമുള്ള നിലപാടിലായിരുന്നു KSEB. ഈ കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും പറയുന്നു. എന്നാൽ മരം വീണതോടെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വനംവകുപ്പ് മരം മുറിച്ചു നീക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇരു വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ അബ്ദുൽ ഖാദറിന്റെ ജീവൻ പൊലിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇതിനിടെ അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക, വനം KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. TCV പുതുക്കാട്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിക്കുന്നതിനിടെ ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മതിയായ സുരക്ഷയൊരുക്കാതെ കമ്പിയിൽ തടഞ്ഞു നിന്ന മരം മുറിക്കുന്നതിനിടെ മരത്തടി തലയിലിടിച്ച് എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ അബ്ദുൽ ഖാദറാണ് മരിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. അന്നകര യൂണിറ്റ് അംഗമായിരുന്ന EK പ്രദീപിന്റെ കുടുംബത്തിനാണ് തുക കൈമാറിയത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ പ്രദീപിന്റെ ഭാര്യ വത്സലയ്ക്ക് തുക കൈമാറി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ, ജോയ് പ്ലാശ്ശേരി, KL ജോസ്, സച്ചിൻ കാട്ടിൽ, ഷിബു MT, സുരേഷ് KV തുടങ്ങിയവർ സംസാരിച്ചു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ ചൊക്കന വെള്ളിക്കുളങ്ങര റോഡിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി. ഈ ഭാഗത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ. മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശങ്ങളെയും കാരിക്കടവ് ആദിവാസി ഉന്നതിയെയും പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത്. പത്തരക്കുണ്ട് ഭാഗത്താണ് റോഡിന്റെ ഒരു വശത്ത് മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് താഴ്ചയായതിനാൽ അപകട സാധ്യത കൂടുതലാണ്. ഇടിഞ്ഞ ഭാഗത്ത് കല്ലുകളും മരക്കമ്പുകളും നാട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്.
വശം ഇടിഞ്ഞുപോയ ഭാഗത്തു നിന്ന് 150 മീറ്ററോളം അകലെ റോഡരികിലെ ഉയർന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതും യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് ഏതാനും ദിവസം മുൻപ് ഇവിടെ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡാണിത്. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലപ്പള്ളി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഭാഗമാണ് ചൊക്കന വെള്ളിക്കുളങ്ങര റോഡ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്നതും ഈ വഴിയാണ്. എത്രയും വേഗം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ രണ്ടിടങ്ങളിലും മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മാപ്രാണത്തെ PK ചാത്തൻ മാസ്റ്റർ ഹാൾ. ഇരിങ്ങാലക്കുട നഗരസഭ 3.5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഹാൾ പുനർനിർമ്മിച്ചത്. 2023 ഏപ്രിൽ 22-നാണ് മാപ്രാണം സെന്ററിലുള്ള ചാത്തൻ മാസ്റ്റർ ഹാൾ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ 2 വർഷം പിന്നിട്ടുവെങ്കിലും ഏതെങ്കിലും പരിപാടിക്ക് ഹാൾ ബുക്ക് ചെയ്താൽ മേശകളും കസാരകളും പുറത്തുനിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ഹാളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം പോലും ലഭ്യമാക്കിയിട്ടില്ല. നിലവിലെ കിണർ കാടുകയറി നാമാവശേഷമായി. ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ജനറേറ്റർ മഴയും വെയിലും കൊണ്ട് നശിക്കുന്നു. വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവും നാമമാത്രമാണ്. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹാൾ KPMS നേതാക്കൾ സന്ദർശിച്ചു. ഹാളിന്റെ അടിസ്ഥാനാവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും യൂണിയൻ തീരുമാനിച്ചതായും KPMS നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. വേസ്റ്റ് പണം നൽകി ഹരിതകർമ്മസേന ഏറ്റെടുക്കുകയും ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്നതുമാണ് പദ്ധതി. പദ്ധതിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. പാമ്പുകടിയേറ്റ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച 3 വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ചതായുള്ള ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപമുയർന്നിരുന്നു. തുടർന്ന് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് പരിശോധിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ ഒരാഴ്ച കൂടി കാത്തിരുന്ന ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുട്ടിയുടെ പിതാവ് കാച്ചപ്പള്ളി ബിനോയ് പറഞ്ഞു. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ ആവ്രിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ വലയറ്റു. എറണാകുളം കുഴുപ്പിള്ളി കടപ്പുറത്തു നിന്നും 9 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വശത്തായിരുന്നു സംഭവം. അഭിമന്യു എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. കടലിൽ വീശിയ വല വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം അടിത്തട്ടിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. 50ഓളം തൊഴിലാളികൾ ഒന്നിച്ചു പരിശ്രമിച്ചിട്ടും വല ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വല മുറിഞ്ഞ നിലയിലാണ് ലഭിച്ചത്. വലയിൽ കുരുങ്ങിയ മത്സ്യവും നഷ്ടപ്പെട്ടു. ഏകദേശം 9 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. ഒരു 5:30 പണിക്ക് പോയതാണ്. ഒരു 50-52 പേരായിട്ട് ഞങ്ങൾ രാവിലെ പണിക്ക് പോയി. കുഴിപ്പുള്ളി പോലെ ഒരു കരയുന്നൊരു 9 നോട്ടിക്കൽ മൈലാകല്ല മീൻ കണ്ട് വലയിറക്കിയപ്പോൾ വലയിറക്കി കഴിഞ്ഞ് വല വലിക്കാൻ നേരത്ത് വല ഞങ്ങൾ 50 പേര് പരിശ്രമിച്ചിട്ടും വല കിട്ടണില്ല. താഴെ എന്തോ ഭാരപ്പെട്ട എന്തോ ഉടക്കിയാണ് വല ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾ മണിക്കൂറോളം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ വല വള്ളത്തിലാക്കിയത്. ഏകദേശം ഞങ്ങൾക്കൊരു 10-5 കിലോ വല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വലയിലുണ്ടായ മീനും 2-3 ദിവസം ഞങ്ങൾ ഇനിയിപ്പോൾ വല്ല മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി 3 ദിവസം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ തൃശൂരിലും പ്രതിഷേധം തുടരുന്നു. തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച റാലിയിൽ പ്രതിഷേധമിരമ്പി. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ നടന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെന്ന് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. തൃശൂർ കോർപ്പറേഷന്റെ വസ്തുനികുതി പരിഷ്കാരം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ച. വാദപ്രതിവാദങ്ങളുമായി LDF UDF അംഗങ്ങൾ. നികുതി കൊള്ളയിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമെന്ന് BJP. ഷൊർണൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് സ്ത്രീയുടെ കൈയൊടിഞ്ഞു. പൈങ്കുളം സ്വദേശിനി സുശീലയാണ് അപകടത്തിൽപ്പെട്ടത്.
വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു. തൊഴിയൂർ സുനിൽ വധക്കേസ് തെറ്റായി പ്രതി ചേർക്കപ്പെട്ടവർക്ക് 31 വർഷത്തിന് ശേഷം നീതി. 5 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവ്. മണ്ണുത്തി കൂട്ടാലയിൽ ചാക്കിൽ കിട്ടിയ നിലയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കൂട്ടാല സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. സ്വകാര്യ വ്യക്തിയുടെ വിജനമായ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.